ചിങ്ങം രാശി. മകം, പൂരം, ഉത്രം. സാമ്പത്തിക നേട്ടങ്ങളുടെയും ശ്രദ്ധേയമായ മാറ്റങ്ങളുടെയും ഒരു പുതിയ പ്രഭാവകാലമാണ് 2026 വിഷു ചിങ്ങം രാശിക്കാർക്ക് സമ്മാനിക്കുന്നത്. ഗ്രഹനിലയിലെ സുപ്രധാന മാറ്റങ്ങൾ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ വലിയ മുന്നേറ്റങ്ങൾക്ക് വഴിയൊരുക്കും. തടസ്സങ്ങളെ അതിജീവിച്ച് ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷമായിരിക്കും ഇത്. വൈവിധ്യമാർന്ന പദ്ധതികളിൽ പണം നിക്ഷേപിക്കാനും കൃത്യമായ ആസൂത്രണത്തിലൂടെ വലിയ ലാഭം കൊയ്യാനും സാധിക്കും. സാമ്പത്തിക സ്ഥിതിയിൽ പ്രകടമായ പുരോഗതി ദൃശ്യമാകും. വിദേശ സംബന്ധമായ ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മികച്ച വളർച്ചയുണ്ടാകും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്കും അവിടെ സ്ഥിരതാമസമാക്കാൻ ശ്രമിക്കുന്നവർക്കും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നുചേരും. ഉന്നത വ്യക്തികളുമായി സൗഹൃദം സ്ഥാപിക്കാനും പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും സാധിക്കും. വാക്സാമർഥ്യം കൊണ്ട് തൊഴിൽ ചെയ്യുന്നവർക്ക്, അതായത് അധ്യാപകർ, അഭിഭാഷകർ, പ്രഭാഷകർ മുതലായവർ, സമൂഹത്തിൽ വലിയ മതിപ്പും പ്രശസ്തിയും ലഭിക്കും. മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിക്കൊടുക്കാൻ സാധിക്കുന്നത് വലിയ മനസ്സംതൃപ്തി നൽകും. ശത്രുക്കളുടെ നീക്കങ്ങളെ പരാജയപ്പെടുത്താനും അദൃശ്യമായ ഈശ്വര സഹായം അനുഭവിക്കാനും ഇടവരും. നറുക്കെടുപ്പുകളിലും സമ്മാന പദ്ധതികളിലും വിജയിക്കാൻ സാധ്യതയുണ്ട്. അനുകൂലമായ സമയവും ഭാഗ്യ നമ്പറും നോക്കി ലോട്ടറി പോലുള്ള ഭാഗ്യപരീക്ഷണങ്ങൾ നടത്തുന്നത് ഗുണകരമാകും. ഇതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്, വരാനിരിക്കുന്ന ഗ്രഹമാറ്റങ്ങൾക്കനുസരിച്ച് ചില മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. ജൂൺ മാസത്തിലെ വ്യാഴമാറ്റം ചെറിയ രീതിയിലുള്ള യാത്രാക്ലേശങ്ങൾക്കും പണച്ചെലവിനും കാരണമായേക്കാം. എന്നാൽ ഇത് താൽക്കാലികം മാത്രമായിരിക്കും. പൂർവിക സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട് സഹോദരങ്ങളുമായോ അടുത്ത ബന്ധുക്കളുമായോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ സംയമനം പാലിക്കുക. തെറ്റായ ഭക്ഷണക്രമവും ജീവിതശൈലിയും മൂലം പുതിയ രോഗങ്ങൾ പിടിപെടാൻ സാധ്യത കാണുന്നു. ജീവിതശൈലീ രോഗങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം. വരുമാനം വർദ്ധിക്കുന്നതിനൊപ്പം തന്നെ അനാവശ്യ ചെലവുകളും വർദ്ധിക്കാൻ ഇടയുള്ളതിനാൽ സാമ്പത്തിക അച്ചടക്കം പാലിക്കേണ്ടത് അനിവാര്യമാണ്. പ്രത്യേക നിർദ്ദേശങ്ങളെന്ന് പറയുന്നത്, ഒക്ടോബർ അവസാനത്തോടെ വ്യാഴം രാശിയിലേക്ക് തിരികെ പ്രവേശിക്കുന്നത് ജീവിതത്തിൽ വലിയ പോസിറ്റീവ് മാറ്റങ്ങൾക്ക് തുടക്കമിടും. ഈ സമയം വളരെ ക്ഷമയോടെയും ആസൂത്രണത്തോടെയും മുന്നോട്ടു പോവുക. പരിഹാര മാർഗങ്ങൾ: കുടുംബത്തിലെ തർക്കങ്ങൾ ഒഴിവാക്കാനും സമാധാനം നിലനിർത്താനും കുടുംബജാതക പരിശോധന നടത്തുന്നത് ഉചിതമായിരിക്കും. കുടുംബ പരദേവതയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് തടസ്സങ്ങൾ നീക്കാൻ സഹായിക്കും. ഈശ്വരഭജനവും ചിട്ടയായ പ്രാർത്ഥനകളും തുടരുന്നത് ഗ്രഹദോഷങ്ങളെ അകറ്റാൻ സഹായിക്കും.